വെൽക്കം. അങ്ങനെ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് എനിക്ക് കൊളാബ് ചെയ്യാനായിട്ട് കിട്ടി. യൂട്യൂബിലല്ല കിട്ടിയത്, ഇൻസ്റ്റാഗ്രാമിലാണ് കിട്ടിയത്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു കുക്കിംഗ് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കുറച്ചൊന്ന് ക്ലിക്കായി, വളരെ കുറച്ച് ക്ലിക്കായതേ ഉള്ളൂ. ഏകദേശം ഒരു 3000 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ വന്ന ഒരു പ്രൊഡക്റ്റാണിത്. അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റായതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പം അത് കിട്ടിയ സന്തോഷത്തിൽ എനിക്കൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എനിക്കത് കാണിക്കണമെന്ന്, എൻ്റെ ലൈഫിൽ എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും എനിക്കത് വലിയൊരു കാര്യമാണ്. കിട്ടിയതൊരു കൊക്കോ പൗഡറാണ്. കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതിനൊക്കെ യൂസ് ചെയ്യാം, പിന്നെ പല കാര്യത്തിനും യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ ഓൾറെഡി കുക്കിംഗ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബിലിട്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടു. അപ്പം ആദ്യമായിട്ട് കിട്ടിയതല്ലേ, അങ്ങനെ അത് കിട്ടി. എനിക്കതെന്തോ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇപ്പോൾ എനിക്ക് പനിയാണ്, അതുകൊണ്ട് സൗണ്ട് വ്യത്യാസമായിട്ട് തോന്നുന്നത്. പിന്നെ കുറേ നാളായി നടക്കാൻ പോയിട്ട്. കാരണം പനി പിടിച്ചതിന് ശേഷം വെളിയിൽ നടക്കാനിപ്പോൾ പോകാറേ ഇല്ല. വർക്ക് മാത്രം ചെയ്യും, പിന്നെ വീട്ടിൽ തന്നെയാണ്, നടക്കാനൊന്നും പോകാറില്ല. അങ്ങനെ പിന്നെ അന്ന് കുറച്ച് ആശ്വാസം വന്നുകൊണ്ട് ഒന്ന് വെളിയിറങ്ങി നടന്നു. ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇൻഫോസിസും യൂഎസ്ടി ഗ്ലോബലൊക്കെ കാണാം. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. ഇത് ഏകദേശം നല്ല ടോപ്പ് വ്യൂ ആണ്. ആ കാണുന്നതെല്ലാം SFS ഫ്ലാറ്റും ഇൻഫോസിസും ഒക്കെയാണ്. ഇവിടെ മിക്ക ദിവസവും വൈകിട്ട് ഞാൻ വരാറുണ്ട് നടക്കാനൊക്കെ. ചുമ്മാ വന്നിരിക്കാനും ഭയങ്കര സുഖമാണ്. ഇവിടെ നിന്ന് കടൽ വരെ കാണാം. ഇപ്പം ഈ കുറച്ച് ഫോഗി, കുറച്ച് മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അപ്പോൾ കടൽ നല്ലപോലെ നല്ല ക്ലീനായിട്ട് നല്ല നീല കളറിൽ കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കടൽ. പക്ഷെ ഇപ്പം ഈ വൈകിട്ട് സമയത്തും രാവിലെയും ഇതേപോലെ ഫോഗി മൂടൽ മഞ്ഞ് പോലെയാണ്. ഇവിടെ ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഇതിൻ്റെ മണ്ടയിൽ പോയി നടന്ന് എനിക്ക് വ്യൂ എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ വേറൊരു ഇതിൻ്റെ അപ്പുറത്ത് താഴെ ഇറങ്ങിയ ഒരു വ്യൂ കാണിച്ചു തരാം. അത് അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റും. പക്ഷെ ഇത്രയും മുകളിലല്ല, കുറച്ച് താഴെയാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും. അതെന്തായാലും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കമോ. ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ഞാനൊരു കല്യാണത്തിന് പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ എന്നെയും വിളിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ വളരെ കൂടെ പഠിച്ചവരും അടുത്തുള്ളവർ പോലും കല്യാണം എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അതാ ചെറിയൊരു പരിചയത്തിൻ്റെ പുറത്ത് എന്നെ കല്യാണത്തിന് വിളിച്ചു. അങ്ങനെ പോവാണ്. പനിയൊന്നും മാറിയിട്ടില്ല. അപ്പം ഡോക്ടർ ഉറപ്പായിട്ടും പറഞ്ഞു, വണ്ടി ഓടിക്കുമ്പം മെയിനായിട്ട് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ മാസ്ക് വയ്ക്കണം, അല്ലെങ്കിൽ ഇനിയും പനി കൂടും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാസ്ക് വെച്ചാൽ പോയത്. ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട്. വന്നിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു, ഇതുവരെ അവൻ എത്തിയില്ല. അങ്ങനെ അവൻ എത്തി. അങ്ങനെ അവൻ്റെ കൂടെ നേരെ പോവാണ് കല്യാണ സ്ഥലത്തോട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ. ഇവിടെ നിന്ന് ആറ്റിങ്ങൽ അത്യാവശ്യമല്ല, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ കുറേ നാളിന് ശേഷം ഈ സ്ഥലത്തോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ട്. റോഡൊക്കെ മാറി. ഇങ്ങനെ വളരെ ഈസി അല്ല ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ. അങ്ങനെ മണ്ഡപത്തിലെത്തി. വന്നപ്പോഴത്തേക്ക് സ്വീകരണം നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒന്നാമത് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി കല്യാണം കാണാൻ പറ്റൂല എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അത് മാറി. ഇവിടെ സ്വീകരണം നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ മണ്ഡപത്തിലോട്ട് വന്നു. അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഫ്രണ്ട്. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നു. ഇതാണ് അവൻ്റെ വൈഫ്.
അങ്ങനെ നമ്മളവിടെ വന്നിരുന്നു. കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ടൈമിന് വേണ്ടി. അങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എനിക്കിതിന് ഓണത്തിന് ശേഷം പിന്നെ ഒരു സദ്യ കഴിക്കുന്നത് പിന്നെ ഇപ്പോഴാണ്. അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ട്രിവാൻഡ്രത്തെ ഫുഡൊക്കെ അറിയാലോ. ട്രിവാൻഡ്രത്തെ ഊണ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ട്രിവാൻഡ്രം ഫുഡ് തന്നെയാണ് തോന്നിയിട്ട്. ട്രിവാൻഡ്രം ഫുഡ് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സദ്യയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട്. കാരണം വൈകിട്ട് റിസപ്ഷന് ഡൗട്ടാണ് പോവാണ്. കാരണം എനിക്ക് ഓൾറെഡി വയ്യ. അപ്പോൾ വൈകിട്ട് റിസപ്ഷന് പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിലിടും. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. ശരിക്കും ചോക്ലേറ്റിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന കൊക്കോ പൗഡറിന് പോലെ ഇത്ര മണമില്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കൊക്കോ പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ കൊക്കോ പൗഡറിന് ഇത്രയും മണമില്ല. ഇത് ശരിക്കും 100% കൊക്കോ കേട്ടോ. ശരിക്കും ചോക്ലേറ്റിൻ്റെ മണം. നമ്മൾ നേരത്തെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കൊക്കോ പൗഡർ വാങ്ങാൻ നേരത്ത് അത് ഇത്രയും മണമില്ല. മണമേ ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണമേ ഇല്ല. ഒരു ഇതുപോലെ ഒരു പൗഡർ പോലെ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ മണമൊന്നും. പക്ഷെ ഇത് ശരിക്കും നല്ല മണം. ശരിക്കും കൊക്കോ പൗഡറിൻ്റെ മണം അല്ല, ശരിക്കും ചോക്ലേറ്റിൻ്റെ മണം. ശരി, തെറ്റിപ്പോയി. ഈ കൊക്കോ പൗഡറിന് കറക്റ്റ് ചോക്ലേറ്റിൻ്റെ മണം. പക്ഷെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ പാക്കറ്റ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ ആ കൊക്കോ പൗഡർ അങ്ങനെ ചോക്ലേറ്റിൻ്റെ മണം അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു പൗഡർ, ബ്രൗൺ കളർ പൗഡർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ശരിക്കും ചോക്ലേറ്റിൻ്റെ മണം, നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ആദ്യമായിട്ട് കിട്ടിയ കൊളാബ് പ്രൊഡക്റ്റാണ്. അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ എന്തായാലും ഫസ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ്, ഞാൻ ഈ ഒരു വീഡിയോ പരിപാടി തുടങ്ങിയിട്ട് ആദ്യം വന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ബ്രാൻഡ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല, കാരണം ഇത് കൊളാബറേഷൻ ഐറ്റം ആയതുകൊണ്ട് എൻ്റെ റേറ്റ് എത്രയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ റേറ്റ് അറിയാമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. നല്ല ചോക്ലേറ്റിൻ്റെ മണം. ഇനി ഇത് ഒരു സാധനം ഉണ്ടാകുന്ന എൻ്റെ റെസിപ്പി നോക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് റെസിപ്പി. ഒരു പുഡിങ്, ഒരു കേക്ക് പോലത്തെ ഒരു സംഭവം വീഡിയോ ആണ് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത് ആദ്യമായിട്ട് കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റ്. എനിക്ക് അതിനി മണം കൊള്ളാം, കാണാനും കൊള്ളാം. ഇനി അത് റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടേ അറിയാൻ പറ്റുള്ളൂ. ചോക്ലേറ്റിൻ്റെ നല്ല മണം. എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവറും ചോക്ലേറ്റാണ്. അപ്പം ഫസ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ് തന്നെ ചോക്ലേറ്റ് ഐറ്റം. അപ്പോൾ ഞാൻ ആദ്യം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പം ഒരു റീലിൽ കണ്ടൊരു സാധനം കൊക്കോ പൗഡർ വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ വേറെ ചാനലായിരിക്കും. ഇത് ജസ്റ്റ് ഒരു വ്ളോഗിങ് ചാനലായിരിക്കും. ആ ചാനലിൻ്റെ പേര് ജസ്റ്റ് ട്രൈ ഇറ്റ് SK.
ജസ്റ്റ് ട്രൈ ഇറ്റ് ബൈ SK. ആ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയ ഒരു റെസിപ്പിയിലുണ്ടാവും. ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യാം, ഞാൻ എന്താണ് ഉണ്ടാക്കിയതെന്ന്. പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നു അത് വേറെ ചാനലിൽ ആണ്, കുക്കിംഗ് ചാനലുണ്ട്, അതിലായിരിക്കും ഇടുന്നത്. ഇതിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമുള്ളൊരു വീഡിയോയിലിടാം. എന്തായാലും ആദ്യമായിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ എന്താണ് ഡ്രസ്സ് മാറി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു അൺബോക്സിങ് കിട്ടിയ സമയത്ത് എടുത്ത വീഡിയോ അത് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നാമത് എനിക്ക് പനിയാണ്. അപ്പോൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഒരു വയ്യായിക തോന്നി. പിന്നെ ക്യാമറ അങ്ങ് ഓഫ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ല 1 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ സാധനം ഉണ്ടാക്കി. നമ്മുടെ കൊക്കോ പൗഡർ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കി. ട്രൈ ചെയ്ത് ഗ്യാസ് തീരാറായി. കഴിച്ച് ഇഷ്ടപ്പെട്ടു. ഇതോടെ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയത്. ഇതിൽ കുറച്ച് കൊക്കോ പൗഡർ മുകളിലിട്ടായിരുന്നു. ഇതിപ്പം എടുക്കാതെ വെച്ചിരുന്നത്, ഇതാണ് എടുത്തത്. അടിപൊളി, കൊള്ളാം കേട്ടോ. ചോറ് വെച്ചിട്ട് നമ്മൾ നോർമൽ റൈസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നൊരിക്കലും വിചാരിച്ചിട്ട്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. ഇത് പേരിട്ടിട്ടില്ല, എന്നാലും സാധനം അടിപൊളി. 2 എണ്ണം ഉണ്ടാക്കിയായിരുന്നു, കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ വേറെ ചാനലിലാണ് കുക്കിംഗ് വീഡിയോ, ജസ്റ്റ് ട്രൈ ദിസ് ബൈ SK. അതിലുണ്ട് ഇതിൻ്റെ ഫുൾ റെസിപ്പി. എന്തായാലും സാധനം കൊള്ളാം. കൊളാബറേഷൻ കിട്ടിയ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് എന്തെന്ന് പറയാമെന്ന് വെച്ചാൽ പുഡിങ്ങാണോ ഐസ്ക്രീമാണോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അതിനും കൊള്ളാം. ഇതാണ് സാധനം, അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും എൻ്റെ ചാനലിൻ്റെ പേര് പോലെ ജസ്റ്റ് ട്രൈ ദിസ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞുതരാം. ചോറ്, കൊക്കോ പൗഡർ, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, വാനില എസൻസ് ഇതെല്ലാം കൂടെ മിക്സ് ജാറിൽ ആക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക. അത്രേ ഉള്ളൂ. ഫ്രീസറിലും വയ്ക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമായിട്ട് കുറച്ച് ടൈം കിട്ടും. എനിക്ക് അത്ര നേരം വയ്ക്കാനുള്ള ക്ഷമയില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനൊരു ലൂസ് പോലെ ആയത്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഞാൻ ഫ്രീസ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിക്കണം. പനി മാറി വന്നതേ ഉള്ളൂ. ഇനി തണുപ്പ് കഴിക്കുമ്പോഴത്തേക്കും പനി കൂടുമെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം. ഇതെന്തായാലും ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് കഴിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.